പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീക്ക്-ഇ-ഇൻസാഫ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് ലീഡ്. 154 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നതായി പാർട്ടി അവകാശവാദം ഉന്നയിച്ചു. എതിരാളികളും സൈന്യവും ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇമ്രാൻ പക്ഷം ആരോപിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 133 സീറ്റുകളാണ് വേണ്ടത്. ജനവിധി എതിരാളികൾ അംഗീകരിക്കണമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിൽ PTI പാർട്ടിയുടെ ആഹ്ലാദ പ്രകടനം തുടങ്ങി. തിരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്കായി മത്സരിക്കുന്നതിൽ നിന്ന് PTIയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു. തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെഹ്രീക്ക്-ഇ-ഇൻസാഫ് പാർട്ടി പിന്തുണ നൽകുകയായിരുന്നു. മിക്ക മണ്ഡലങ്ങളിലും തെഹ്രീക്ക്-ഇ-ഇൻസാഫ് പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. 336 പാർലമെന്റ് സീറ്റിലേക്കും പ്രവിശ്യ അസംബ്ലികളിലെ 749 സീറ്റുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 336 പാർലമെന്റ് സീറ്റിൽ 266 അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ശേഷിക്കുന്ന 70 സീറ്റുകൾ സംവരണ സീറ്റുകളാണ്. ഇതിൽ 60 സീറ്റുകൾ സ്ത്രീകൾക്കും 10 സീറ്റുകൾ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പ്രധാനമായും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫ് പാർട്ടിയും തമ്മിലാണ് മത്സരം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മത്സരരംഗത്തുണ്ട്. മുൻ പ്രധാനമന്ത്രി ബെനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. രാജ്യത്തെ ഇന്റർനെറ്റ് നിരോധനം വോട്ടെണ്ണലിനെ ബാധിച്ചിട്ടുണ്ട്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തുടനീളം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നവാസ് ഷെരീഫ്. 4ാം തവണയും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയേക്കുമെന്നാണ് സർവേ ഫലം. സൈന്യത്തിന്റെ പിന്തുണയും ഷെരീഫിനാണ്. സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും തകർന്ന പാകിസ്ഥാനെ അധികാരത്തിലെത്തിയാൽ വീണ്ടെടുക്കുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അഴിമതി കേസിൽ 2018-ൽ ഷെരീഫിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനു പിന്നാലെ 2019-ൽ ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് പോകാൻ കോടതി നവാസ് ഷെരീഫിന് അനുവാദം നൽകി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബറിലാണ് 73-കാരനായ ഷെരീഫ് പാകിസ്ഥാനിൽ മടങ്ങിയെത്തിയത്. തടവ് ശിക്ഷ ലഭിച്ചതടക്കം 2 അഴിമതി കേസുകളിൽ നിന്ന് ഷെരീഫിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.